നമസ്കാരം. പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി സഹ്യ ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക സുരക്ഷിത രാജ്യങ്ങളിൽ ഇടം നേടി ബഹ്റൈൻ. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴ. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ട്. പ്രമുഖ ഇന്ത്യൻ വ്യവസായി റാം ബുക്സാനിക്ക് വിട പറഞ്ഞ ദുബായ്. അന്ത്യോപചാരമർപ്പിച്ച യൂസഫ് അലി ഉൾപ്പെടെ പ്രമുഖർ. കബഡി ഫെസ്റ്റ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ജേതാക്കൾ. ഹജ്ജ് മടക്കയാത്ര ആരംഭിച്ചു. കുവൈത്തിൽ വിദേശ ജോലിക്കാരേറി. കൂടുതൽ പേർ ആരോഗ്യ മേഖലയിൽ. സായിദ് വിമാനത്താവളത്തിൽ പുതിയ റൺവേ ഉടൻ. ലഗേജ് സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യം. ലോക സുരക്ഷിത രാജ്യങ്ങളിൽ ഇടം നേടി ബഹ്റൈൻ. 2024 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളിലൊന്നായി ബഹ്റൈൻ. പ്രമുഖ മാസികയായ CEO വേൾഡ് മാസികയാണ് 2024 ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ കണക്കെടുപ്പ് നടത്തി റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത്. കണക്കനുസരിച്ച് ബഹ്റൈൻ ഗൾഫ് മേഖലയിൽ 3-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 20-ാം സ്ഥാനത്തുമാണ്. ഗൾഫിൽ 1-ാം സ്ഥാനവും ആഗോളതലത്തിൽ 2-ാം സ്ഥാനവും UAE കരസ്ഥമാക്കി. സൗദി അറേബ്യ ഗൾഫിൽ 2-ാം സ്ഥാനത്തും ആഗോളതലത്തിൽ 16-ാം സ്ഥാനത്തും എത്തിയപ്പോൾ ഗൾഫിൽ കുവൈത്ത് 4-ാമതും ആഗോളതലത്തിൽ 36-ാമതും സ്ഥാനം നേടി. ഗൾഫിൽ ഖത്തർ 5-ാമതും ആഗോളതലത്തിൽ 60-ാമതും ഒമാൻ ഗൾഫിൽ 6-ാമതും ആഗോളതലത്തിൽ 147-ാം സ്ഥാനത്തുമാണ്. സ്പെയിനിനും ഫ്രാൻസിനുമിടയിലുള്ള പെരീനീസിൽ സ്ഥിതി ചെയ്യുന്ന അൻഡോറയാണ് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രാജ്യമെന്ന കിരീടം ചൂടിയത്. ചെറിയ വലിപ്പവും ഏകദേശം 82,000 ജനസംഖ്യയും ഉണ്ടായിരുന്നിട്ടും രാജ്യം പ്രതിവർഷം 3.5 ദശലക്ഷത്തിലധികം സന്ദർശകരെയാണ് ആകർഷിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആഗോള ബന്ധങ്ങളെയും വിനോദസഞ്ചാരത്തെയും ബാധിക്കുന്ന ഗുരുതരമായ കുറ്റകൃത്യ പ്രശ്നങ്ങളും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ആഫ്രിക്കയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന രാജ്യം ടോഗോ ആണ്. ഇത്തരം റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പല വിനോദസഞ്ചാരികളും അവരുടെ യാത്രകളടക്കമുള്ളവ തീരുമാനിക്കുന്നത്. ഇടത്തരം വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും വേഗത്തിൽ ചെലവ് കുറഞ്ഞ സന്ദർശനം നടത്താവുന്ന രാജ്യങ്ങളിലൊന്നാണ് ബഹ്റൈൻ. ഫോർമുല 1 കറോട്ട മത്സരം കാണുന്നതിനാണ് ബഹ്റൈനിൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ എത്തുന്നത്. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, മനാമ. ചുട്ടുപൊള്ളുന്ന ചൂടിന് ആശ്വാസമായി വേനൽ മഴ. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ട്. കടുത്ത വേനൽ ചൂടിന് ആശ്വാസമായി അല്ലൈനിൽ വേനൽ മഴ. അല്ലൈനിലെ ചില പ്രദേശങ്ങളിൽ ബുധനാഴ്ച വൈകിട്ട് ആലിപ്പഴത്തിനൊപ്പം കനത്ത മഴ പെയ്തതായി നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചു. അതേസമയം ചില കിഴക്കൻ തെക്കൻ മേഖലകളിൽ മഴ പെയ്തേക്കാമെന്നും കാറ്റ് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിൽ വീശാൻ സാധ്യതയുണ്ടെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അബുദാബിയിലെ ചില പ്രദേശങ്ങളിൽ യെല്ലോ അലേർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 7 വരെ യെല്ലോ വാർണിംഗ് നിലവിലുണ്ടാകും. അല്ലൈനിലെ അൽ ഖൗ മേഖലയിൽ ഇന്ന് രാവിലെ 8:47 ചാറ്റൽ മഴ അനുഭവപ്പെട്ടിരുന്നു. വാഹനം ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് അബുദാബി പോലീസ് അറിയിച്ചു. ഇന്നുച്ചയോടെ UAEയുടെ കിഴക്കൻ തെക്കൻ മേഖലകളിൽ ചില കട്ടിയുള്ള മേഘങ്ങൾ രൂപപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. രാവിലെ കിഴക്കൻ തീരത്ത് താഴ്ന്ന മേഘങ്ങൾ മൂടിയിരിക്കുമെന്നും NCM അറിയിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിലെ മെർക്കുറി റീഡിംഗുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താപനില കുറവായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അബുദാബിയിൽ 46 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 44 ഡിഗ്രി സെൽഷ്യസും എത്താൻ സാധ്യതയുണ്ട്. ഇന്ന് വൈകിട്ടോടെ ഈർപ്പം വീണ്ടും ഉയരും. ചില തീരപ്രദേശങ്ങളിൽ വെള്ളിയാഴ്ച രാവിലെ വരെ തുടരും. നേരിയതോ മിതമായതോ ആയ കാറ്റ് സജീവമാവുകയും 40 കിലോമീറ്റർ വേഗത്തിലെത്തുകയും ചെയ്യാം. അറേബ്യൻ ഗൾഫിലും ഒമാൻ കടലിലും തിരമാലകൾ നേരിയ തോതിൽ അനുഭവപ്പെടും. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്. പ്രമുഖ ഇന്ത്യൻ വ്യവസായി റാം ബുക്സാനിക്ക് വിട പറഞ്ഞ ദുബായ്. അന്ത്യോപചാരമർപ്പിച്ച യൂസഫ് അലി ഉൾപ്പെടെ പ്രമുഖർ. തിങ്കളാഴ്ച അന്തരിച്ച പ്രമുഖ ഇന്ത്യൻ വ്യവസായി റാം ബുക്സാനിയുടെ മൃതദേഹം ദുബായിൽ സംസ്കരിച്ചു. ഇന്ത്യൻ കോൺസൽ ജനറൽ സതീഷ് ശിവനും പ്രവാസി വ്യവസായി MA യൂസഫ് അലിയും ഉൾപ്പെടെ ഒട്ടേറെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്ത അന്ത്യോപചാരം അർപ്പിച്ചു. 100 കണക്കിന് ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനായി ബുധനാഴ്ച ഉച്ചയോടെ ജബൽ അലി ശ്മശാനത്തിൽ എത്തിയിരുന്നു. റാം ബുക്സാനിയുടെ ഭാര്യയും മക്കളും മരുമകനും ഉൾപ്പെടെ കുടുംബവും ഉണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് സഹ്യ ന്യൂസ്, ദുബായ്.
കബഡി ഫെസ്റ്റ് എമിറേറ്റ്സ് മലയാളി അസോസിയേഷൻ ജേതാക്കൾ. ഇന്ത്യൻ അസോസിയേഷൻ സ്പോർട്സ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കബഡി ടൂർണമെന്റ് ഫൈനലിൽ എമിറേറ്റ് മലയാളി കൂട്ടായ്മയുടെ പൊന്നാനി ടീം ജേതാക്കളായി. യുവകലാസാഹിതിയുടെ ന്യൂ സ്റ്റാർ മംഗളൂരുവിനെയാണ് പരാജയപ്പെടുത്തിയത്. ആക്ടിംഗ് പ്രസിഡന്റ് പ്രദീപ് നെന്മാറ ഉദ്ഘാടനം ചെയ്തു. ജേതാക്കൾക്കുള്ള ട്രോഫിയും ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ് പുറയത്ത്, ജോയിന്റ് ജനറൽ സെക്രട്ടറി ജിബി ബേബി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ കെ താലിബ്, അനീഷ്, അബ്ദുമനാഫ്, എ.വി. മധു, പ്രഭാകരൻ പയ്യന്നൂർ, മുഹമ്മദ് അബൂബക്കർ, യൂസഫ് സഗീർ, നസീർ കുനിയിൽ, JS ജേക്കബ്, സജി മണപ്പറ എന്നിവർ സമ്മാനിച്ചു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, ഷാർജ. ഹജ്ജ് മടക്കയാത്ര ആരംഭിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വഴി കൊച്ചിയിൽ നിന്ന് തീർത്ഥാടനത്തിന് പുറപ്പെട്ട ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിച്ചു. സൗദി എയർലൈൻസിന്റെ തീർത്ഥാടകരുമായുള്ള ആദ്യ വിമാനം ഇന്നലെ രാവിലെ കൊച്ചിയിലെത്തി. ആദ്യ വിമാനത്തിലെത്തിയ 257 പേരെ മുൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞമൗലവി, നെടുമ്പാശ്ശേരി ഹജ്ജ് ക്യാമ്പ് കൺവീനർ എ സഫർ കയാൽ, മുസമ്മിൽ ഹാജി, TK സലീം, ഹൈദ്രോസ് ഹാജി, ജംഷീദ് ഷാജഹാൻ, NP അൻസാരി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. തീർത്ഥാടകരുമായുള്ള രണ്ടാമത്തെ വിമാനം ഇന്ന് പുലർച്ചെ 1:15-നെത്തും. ആകെ 16 വിമാനങ്ങളാണ് സർവീസ് നടത്തുക. 21-നാണ് മടക്കയാത്ര അവസാനിക്കുക. ഓരോ തീർത്ഥാടകനും 5 ലിറ്റർ വീതം സംസം വെള്ളം ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിതരണം ചെയ്യുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, നെടുമ്പാശ്ശേരി. കുവൈത്തിൽ വിദേശ ജോലിക്കാരേറി, കൂടുതൽ പേർ ആരോഗ്യ മേഖലയിൽ. കുവൈത്തിൽ വിദേശ ജോലിക്കാരുടെ എണ്ണത്തിൽ 21% വർധന. കോവിഡ് കാലത്ത് നിർത്തിവച്ചിരുന്ന വിസ നിരോധനം മാറ്റിയതോടെ റിക്രൂട്ട്മെന്റ് കൂടിയതാണ് വിദേശികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം. തൊഴിൽ വിപണിയിലെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് രാജ്യത്തിനകത്ത് ജോലിയില്ലാതെ കഴിയുന്നവർക്ക് മുൻഗണന നൽകാനായിരുന്നു നിർദ്ദേശം. ബന്ധപ്പെട്ട തസ്തികയിലേക്ക് യോഗ്യരായവരെ കുവൈത്തിൽ നിന്ന് കണ്ടെത്താനാവാതെ വന്നവർ വിദേശത്ത് നിന്ന് റിക്രൂട്ട്മെന്റ് നടത്തി. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ തുടങ്ങിയ ആരോഗ്യ മേഖലകളിലേക്കാണ് കൂടുതൽ വിദേശികൾ എത്തിയത്. നിർമ്മാണം, വിദ്യാഭ്യാസം, റീറ്റെയിൽ തുടങ്ങി ചെറുകിട ഇടത്തരം മേഖലകളിലേക്ക് വരെ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, കുവൈത്ത്. സായിദ് വിമാനത്താവളത്തിൽ പുതിയ റൺവേ ഉടൻ, ലഗേജ് സൂക്ഷിക്കാൻ പ്രത്യേക സൗകര്യം. ലോകത്തിലെ ഏറ്റവും വലിയ എയർപോർട്ട് ടെർമിനലുകളിൽ ഒന്നായ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ പുതിയ റൺവേയുടെ നിർമ്മാണം ആരംഭിച്ചു. യാത്രക്കാരുടെ വർധന കണക്കിലെടുത്തും സേവനം മെച്ചപ്പെടുത്തുന്നതിന്റെയും ഭാഗമായാണ് വികസനം. 2023 നവംബർ 1 ഉദ്ഘാടനം ചെയ്ത 8 മാസം പിന്നിട്ടപ്പോഴേക്കും വികസന ട്രാക്കിൽ കുതിക്കുകയാണ് വിമാനത്താവളം. ജനറൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായിട്ടായിരിക്കും നിർമ്മാണം. ടെർമിനൽ A എന്നായിരുന്നു ആദ്യത്തെ പേരെങ്കിലും പിന്നീട് സായിദ് രാജ്യാന്തര വിമാനത്താവളം എന്നാക്കി പുനർനാമകരണം ചെയ്തിരുന്നു. ട്രാൻസിറ്റ് യാത്രക്കാരുടെ ലഗേജ് താൽക്കാലികമായി സൂക്ഷിക്കുന്ന പ്രത്യേക കേന്ദ്രവും വിമാനത്താവളത്തിൽ തുറന്നു. ഈ സൂക്ഷിപ്പ് കേന്ദ്രത്തിൽ ലഗേജ് വെച്ച് രാജ്യം ചുറ്റിക്കറങ്ങി കണ്ട ശേഷം തിരിച്ചെത്തി യാത്ര തുടരാനുള്ള സൗകര്യമാണ് കൈവന്നിരിക്കുന്നത്. ഇതോടെ ലഗേജും താങ്ങി നടക്കുന്നതും കുറഞ്ഞ സമയത്തേക്ക് ലഗേജ് സൂക്ഷിക്കാൻ ഹോട്ടലിൽ മുറിയെടുക്കുന്നതും ഒഴിവാക്കാം. ന്യൂസ് ഡെസ്ക്, സഹ്യ ന്യൂസ്, അബുദാബി. ഇനി ഇന്നത്തെ ഗൾഫ് രാജ്യത്തെ കറൻസിയും ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയ നിരക്കുകൾ. ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗൾഫ് ന്യൂസ് വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.